ഹലോ, ഇന്ന് അമ്പലത്തറ വരെ പോവുകയാണ് കേട്ടോ. എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഞങ്ങൾക്ക് ബസ് കിട്ടാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ അമ്പലത്തറയുള്ള മിൽമ ഡയറിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒത്തിരി സ്കൂളുകളിൽ നിന്ന് കുട്ടികളിത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഫ്രണ്ട്സെല്ലാം നന്നായിട്ട് മുഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ബസ് കിട്ടില്ല, ഇവർ നേരത്തെ എത്തിയിട്ടുണ്ട്. നമുക്ക് 10 മണിക്കാണ് അവിടെ കയറാൻ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 10:30 കഴിഞ്ഞു. പിന്നെ അവിടെ നേരെ ഞങ്ങളൊക്കെ കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു സിബപ്പ് വീതം കിട്ടി. സിബപ്പ് എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് കാണാനായിട്ട് കയറി. വേറൊന്നുമല്ല, ഇവിടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മിൽമ ഉപഭോക്തൃ സമ്പർക്ക പരിപാടിയോടനുബന്ധിച്ച് നവംബർ 26 എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ക്ഷീരദിനമാണല്ലോ. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 24-25 തീയതികളിൽ ക്ഷീരസംഘങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന പാൽ ഡയറി പാസ്ചറൈസ് ചെയ്ത് രോഗമുക്തമാക്കി യന്ത്രസഹായത്തോടെ പാക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ. ആ രീതി നമുക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരം മിൽമ ഉപഭോക്തൃ സമ്പർക്ക പരിപാടി നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഓരോ ഘട്ടവും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പാലായാലും തൈരായാലും വെണ്ണയായാലും നെയ്യായാലും എന്തായാലും അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരം ഇവർ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ പോയി കാണാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അടുത്ത വട്ടം ഇങ്ങനൊരു സന്ദർഭം അവരുണ്ടാകുമ്പോൾ മസ്റ്റായിട്ട് പോയി കാണുക. അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാം കൂടെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാം. ഇനി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് എഴുതി കൊടുക്കാം. അവരുടെ സ്റ്റോറിൽ നിന്ന് നമുക്ക് വിലക്കുറവിൽ നല്ല സാധനങ്ങൾ മേടിക്കാം. എല്ലാം കഴിഞ്ഞിറങ്ങി അവിടെ നിന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഈസ്റ്റ്വുഡിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് എന്തൊക്കെ കഴിക്കണം എന്നുള്ള തീരുമാനം ഞങ്ങൾ ബസ്സിൽ നിന്ന് തന്നെ എടുത്തു. ഞങ്ങളവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വെജിറ്റബിൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. മസാല ദോശയാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പ്ലെയിൻ ദോശയാണ് എടുത്തത്. ബാക്കി 3 പേര് മസാല ദോശയാണ് എടുത്തത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. വിശപ്പ് മാറുന്നോളം കഴിച്ചു. എന്തായാലും നിങ്ങളത് പോകണമെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.